സലിമക്ക ഗൈസ് സ്ഥലത്തെത്തി. അപ്പൊ ഞങ്ങളെ യാത്രകൾ ഇനി കാണിച്ചു തരാം. അവിടുന്ന് ഇതുവരെ വന്ന യാത്രകള്. പിന്നെ എന്തായാലും ഇത് ഇങ്ങനെ ഫസ്റ്റത്തെ ഒരു സാധനമാക്കി ഇടാ നമ്മളെ യാത്ര മാത്രം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടോക്കി. ഞങ്ങളെ ഇങ്ങോട്ടുള്ള യാത്രകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം. ബെല്ലൈക്കൻ. അപ്പൊ അടുത്ത സാധനം വരും. ഹായ് പുതിയ ഒരു യാത്ര പരിപാടിയാണ്. യാത്ര പെട്രോൾ അടിച്ചു, ഞങ്ങൾ പോവാണ്. ബോസ് ആസിഫുണ്ട്, പേയ്മെന്റ് പോവും. പോവാ, അത് മറ്റേ വാലറ്റാ. അതില് പോവാ. ആസിഫുണ്ട്, ആസിഫ സലീമാക്കാൻ കൊറേ ഇക്കൂല മുപ്പര് ഇങ്ങനെ രാത്രി ആയിട്ട് ഫ്രണ്ട്സ് കൂടെ ആയിട്ട് മുപ്പരൊരു ആഗ്രഹങ്ങളാണ്. ബൈക്കുണ്ട്, ഒക്കെ സെറ്റാ. പിന്നെ കഴിഞ്ഞ വ്ളോഗില് വൻ ഷോകായി. മൈക്ക് എന്താ പറയാ, മൈക്ക് കൊണ്ട് കുടുങ്ങി ഞങ്ങള്. മുപ്പര് അതൊന്നും കംഫർട്ട് ആവാത്തോണ്ട് പിന്നെ മൈക്ക് പോരാ. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒരു നോർമൽ സാധനം എടുത്തു ഇപ്പൊ തൽക്കാലം. സെറ്റപ്പാക്കാ. ഇതവിടെ എവിടെയെങ്കിലും കുത്തിക്കളാം. പിന്നെ നമ്മളൊക്കെ ഒരു പ്ലോട്ട് കാണിച്ചേ, ഇതെല്ലാം ഭംഗിയുള്ള സ്ഥല. നമ്മള് ചായക്കടയൊക്കെ കാണിച്ചത്. ഇത് നിലമ്പൂരിന്ന് നമ്മള് വാട്ടർത്തേക്ക് അങ്ങനെ പോവാണ്. അത് മമ്പാട്ടക്ക് സലീമാക്കാൻ എടുക്കാം. നല്ല ടീഷർട്ടുകളുണ്ടോ, എല്ലാ സ്ഥലവും ഉണ്ട്. ഫുൾ കച്ചവടക്കാരാണ്. എന്ത് ഭംഗിയല്ലേ, ഹരിത മനോഹരം. ഇതിൻ്റെ ഉള്ളിൽ കറിയില്ലേ സത്യ? കൊറേ വട്ടം കറിക്കൂല്ലേ? ഇതാണ് കെനോലി പോയിന്റ്. ഇവിടെയാണോ എൻട്രി? ഇപ്പൊ അവിടെയാണോ? അവിടെ പുതിയ എൻട്രി അവിടെ, പഴയ എൻട്രി ഇവിടെ. ഇതുകൂടെ കെനോലി. ഇതാണ് മറ്റേ പുതിയ എൻട്രൻസ്. വരൂ നിലമ്പൂരിലോട്ട് വരൂ. അല്ലെ, എല്ലാവർക്കും വെൽക്കം. നമ്മളെ നിലമ്പൂർ കഫേ കാണിച്ചരാ. പുതിയ ബോർഡൊക്കെ വെച്ചോ? സെറ്റപ്പ് ആക്കിയല്ലോ, ഫുൾ ബൾബൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പ് ആക്കിയിരിക്കണം. ഇതാണ് നിലമ്പൂർ കഫേ. ഇവിടെയാണ് 8 to 8 സലീമാക്ക ഉള്ളത്. അതായത് നമ്മളെ ബ്രിഡ്ജ്, ഈ പാലം കഴിഞ്ഞോട്ട് തന്നെയാണ് ഷോപ്പ് വരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് അത് ആസിഫും സലീമാക്കി 8 മണി മുതൽ രാത്രി 8 മണി കഴിഞ്ഞിട്ട് രാവിലെ ഉറങ്ങാതെ മൂപ്പരവിടെ നമ്മളെ കാത്ത് നിൽക്കണം. ഞാനും നല്ല ഓഫീസും പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി പോയി കിടന്നുറങ്ങി. ഇവര് ഉറങ്ങിയിട്ടില്ല. ഷാഫി ഉറങ്ങിക്കണോ? ഷാഫി ഉണ്ടായിരുന്നു ഇന്നലെ കുറച്ചേരം ഉറങ്ങി. സലീമാക്ക ഇപ്പൊ തീരെ ഉറക്കല്ലാതെ ഇരിക്കണത്. പൊതുവെ മൂകതയാണ്. മാറ്റിയെടുക്കണം. അപ്പൊ ഇനി എന്താ മൂപ്പര് ട്രിപ്പ് പോണം. ഇന്ന് പൂളിലൊക്കെ ചാടിപ്പിക്കും. ഇന്ന് പൂളിലൊക്കെ നീരാടും. പൂളില് ഫസ്റ്റ് ടൈം ആട്ടോ മൂപ്പര്. ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, മാഷാഅല്ലാഹ്. ഇനി ഇങ്ങനത്തെ ഫുൾ പരിപാടികൾ ഉണ്ടാവും ഇടക്കിടക്ക് ഇൻഷാഅല്ലാഹ്. പിന്നെ ഗൈസ് എല്ലാ ദിവസവും എനിക്ക് ഭയങ്കര സീലാണ്. ഞാൻ 8 മണി മുതല് അങ്ങനെയല്ല, 8 മണിയാകുമ്പോ മൂപ്പര് ഇവിടെ എത്തും. അപ്പൊ തന്നെ ഞാനൊക്കെ ഇവിടെ എത്തണം. ഞാന് മഞ്ചേരിക്ക് രാവിലെ വർക്കിന് പോയി
പിന്നെ എല്ലാരും എല്ലാരും മറ്റേ വീഡിയോ ഇടായിട്ട് പറയുന്നുണ്ട് അല്ലേ? എല്ലാരും ഭയങ്കര സീനാണത്. അതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. വലിയ ആള് വരട്ടെ, സെറ്റപ്പ് ആക്കാം നമുക്ക്. ഷാഫിനൊക്കെ ഇതുണ്ട്, ഷാഫിന്റെ ലൈറ്റ് ഉണ്ടോ? ഇപ്പൊ ലൈക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടും യൂട്യൂബ് ഒക്കെ കാര്യങ്ങളൊക്കെ ഏകദേശം പഠിച്ചു നിക്കണ്. അതെ, എത്ര നമുക്ക് എന്തെങ്കിലും ചെയ്യാത്ത സീനാണ്. കട്ട് ചെയ്ത് ഷോർട്ട് ഇന്നലെ ഇല്ല മിഞ്ഞാന്ന് രാവിലെ സ്വന്തമായിട്ട് രാവിലെ ഞാൻ എന്നെ കാണായിട്ട് മറ്റേ ഇതൊക്കെ എടുത്തിട്ട് ഫോണൊക്കെ എടുത്തിട്ട് ഹലോ ഗൈസ് ഇട്ടിക്കണ് തോന്നുന്നു ഒറ്റക്ക്. പിന്നെ ഇനി അവിടെ സലീമാക്കാൻ എത്തിയിട്ട് കാണിച്ചുതരാം. ബൂം. പിന്നെ സലീമാക്കാന്റെ വീട്ടിലേക്ക് എത്തിക്കണ്. ഇവിടെ ഒരു നല്ലൊരു എഡ്ജുണ്ട്. റിവേഴ്സ് ഇട്ട് നടക്കുവോ? ഇതാ വീട്, സലീമാക്കാന്റെ വീട് അവിടെയാണ്. വിഷയം എന്താ കേട്ടോ? അടിപൊളി സാറല്ലേ? സെറ്റല്ലേ? സലീമാക്കാന്റെ വൈഫാണത്. എന്താ വേണ്ടേ? പിന്നെന്താ? പിന്നെ യാത്ര അയക്കാണ്. ഇനി ചാറ്റെടുത്ത് പോവാ. പോയിട്ടോ പോയിട്ടോ അതൊക്കെ ഫുള്ള് സെറ്റാക്കി പോണോ? പിന്നെ അടിപൊളിയാക്കി. ഞാൻ ഇപ്പൊ നിങ്ങൾ വരുമ്പോ ഞാൻ ഒന്ന് ലേശം ഉറങ്ങി. അപ്പൊ ഞാൻ എവിടെ എത്തിക്കണെന്ന് അറിയില്ലല്ലോ, ഒരു പുറത്തുമല്ല. നിങ്ങൾ എന്താ സംഭവിച്ചൊന്നും അറിയില്ല. ഞാൻ മെല്ലെ ഒന്ന് ലേശം പാടി ഒന്നും ഇറങ്ങി കുറച്ചേരം. അപ്പൊ ഇനി നമുക്ക് പോവല്ലേ? പോവാൻ നമുക്ക് പോയി നോക്കാം. വെൽക്കം ടു നെക്സ്റ്റ് വിത്ത് ഊട്ടി യൂട്യൂബ് ചാനൽ. വെൽക്കം ടു യൂട്യൂബ് ചാനൽ. സലീമാക്കാന്റെ യൂട്യൂബ് ചാനൽ. സ്വാഗതം ചെയ്യും. എല്ലാവർക്കും സ്വാഗതം. സലീമാക്കാന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് പോവട്ടോ. ഫ്രീ മൈൻഡ് അങ്ങനെയല്ല. പിന്നെ സാധനം പോവല്ലേ? അപ്പളേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അടിച്ചു വിളിച്ചോ? പിന്നെ ഒരു വണ്ടി വിടുകയാണ്. അതിന്റെ അടി കൂടെ പറയണേ ട്രിപ്പല്ലേ? അപ്പൊ നമ്മൾ ടൂറാണ്. പുതിയ ഇതിലേക്കാണ് സ്വാഗതം. പുതിയ ടൂറിലേക്ക് സ്വാഗതം. സലീമാക്കാന്റെ പുതിയ ടൂറിലേക്ക് സ്വാഗതം. ഒരു യാത്ര. അപ്പൊ ഞങ്ങള് യാത്ര തുടരുകയാണ്. തുടരുകയാണ് ഞങ്ങൾ യാത്ര പോവുകയാണ്. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മള് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? നമ്മള് സസ്പെൻസ് ആണ്. അതൊക്കെ കാണിക്കും. അതൊക്കെ നമുക്ക് വീഡിയോസ് കൂടെ കാണാം. ഞങ്ങൾ പോയി നോക്കട്ടെ അല്ലേ? ഫാൻസുകളൊക്കെ നല്ല ഒരു അകത്ത് കുട്ടികളാ. പിന്നെ ഉറപ്പല്ലേ? പിന്നെന്താ കണ്ടല്ലേ? അടിച്ചക്കെ ഞാൻ പറഞ്ഞ നമ്മള് ആദ്യമായിട്ട് ഒരു സന്തോഷത്തിൽ പോവുകയാണ്. അത് നമ്മള് ഡ്രസ്സൊക്കെ അടിച്ചു പോയി തന്നെ പോവുക നമ്മള്. അല്ല എന്താ നമ്മള് അത് രസല്ലേ? ഇതൊക്കെ ജീവിതത്തിൽ രസം സംഗതി മാത്രം. ഇതൊക്കെ രസം ജീവിതത്തില്, ഏറ്റവും ജീവിതത്തില് രസല്ലേ? കോസ്റ്റ്യൂമൊക്കെ മോഡൽ ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടോ. എത്ര ഷൂട്ട് എടുത്തേ? ഞാന് 3. അല്ല ഒരു ദിവസം ആയിക്കോട്ടെ എടുത്തു. നമ്മ ഒറ്റക്ക് ഡ്രസ് ചെയ്തല്ലേ സാറല്ല കോട്ടെന്ന്. കല്ലിലി ചോറും ബീഫും ഉണ്ടായിരുന്നു. ബീഫ് അവിടെ ആലോകത്ത് മുടി അടിച്ചിട്ടുണ്ടേ. അന്ന് ബീഫ് ഇട്ടീനി. നല്ല കണ്ടന്റ് ഞാൻ കുറച്ച് എടുത്തോണ്ട് വെച്ചു. ചില സമയങ്ങളിൽ വീഡിയോ നല്ല നല്ല സാധനങ്ങൾ പോകുന്നുണ്ട് കയ്യിൽ. പറഞ്ഞു
അപ്പൊ അല്ല പറഞ്ഞു. അപ്പൊ നിങ്ങൾ പിന്നെ നേരം പോയി കുറെ ഇതായി. ഞാൻ എപ്പോ അടുത്ത് ഉറങ്ങി, കുറച്ച് ഒന്ന് വെറുതെ കറന്നില്ല, കുറച്ചു നേരം അങ്ങനെ കണ്ണു മടി. ഞാൻ കുറച്ച് ഉറങ്ങിക്കണോ സലീമാക്ക്? ഉറങ്ങി ക്ഷീണൊന്നുമില്ല. ഉഷാറാ? ഇല്ലല്ല, സെറ്റാണ്. സന്തോഷം തന്നെയല്ലേ. ഇവിടെ ഒരാള് ഭയങ്കര ഫ്രെയിമിങ്ങാ, ഓണാക്കിട്ടില്ല. തന്നോ? ആ തന്നോ. അത് കഴിഞ്ഞ ദിവസം പറ്റിപ്പോയി. നല്ലൊരു സാധനം മിസ്സായിട്ട് എടുത്തത്. കുറെ കാലത്തിന് ശേഷം. എത്ര കൊല്ലായി? പോയിട്ടോ? ഞാൻ ഒരുപാട് കാലായിക്കണ്. കാരണം ശരിക്ക് പറയണെങ്കിൽ പിള്ളേര് കണ്ടിട്ടില്ല. സത്യം. മനസ്സൊരു കാണുന്നുണ്ടല്ലോ. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷത്തിൽ പോക്കാണ്. നമ്മളെല്ലാം കാണുക, നമ്മള് ചിരിച്ചു കളിച്ചു പോകുക, അതൊക്കെ ഭയങ്കര സന്തോഷത്തിൽ പോക്കല്ലേ നമ്മളത്. അത് രസമാണ്. അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക, കാണാത്ത സ്ഥലങ്ങൾ കാണാൻ പോവുക, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചതല്ല. കാണാത്ത സ്റ്റേജ് കയറി, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്റ്റേജാണ് കയറിയത് അനാസിന്റെ കൂടെ. അതാണ് അനാസിന്റെ ഭയങ്കര എന്താണ് ഞാൻ തരിച്ചില്ലേ അത്രയും വലിയ സ്റ്റേജിൽ നമ്മൾ കേറുമ്പോ. നമ്മളെ ആരാണ് വല്ലാത്തൊരു പരിപാടി. ഏതായാലും ചങ്ങനെ കണക്ക് ചെക്കുണ്ടോ. ഞങ്ങൾ വീണ്ടും വടവൂർത്ത് തന്നെ എത്തി. ഞങ്ങള് വീണ്ടും തിരിച്ചും വടവൂർത്ത് വീണ്ടും അങ്ങോട്ട് പോയപ്പോ കടയൊക്കെ കാണിച്ചു കൊടുത്തു സലീമാക്ക. ഫുള്ള് കെനോലി പ്ലോട്ടൊക്കെ കാണിച്ചു കൊടുത്തു. 5 നിൽക്കാറുങ്ങാ. ഒരു ചായ കുടിച്ചു പോണോ? ചായ ബില്ലിടും. മസൂദിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ? മസൂദിനെ കാട്ടി കൊടുക്കുക. നിങ്ങളെ ഹോട്ടലിന്റെ മുതലാളിനെ പറഞ്ഞോ? സിംഗിൾ മുതലാളിയാ മുദീർ. ഞങ്ങളെ മുദീർ എന്താ പറയണ്ടേ? അത് പറയിപ്പിച്ചോ കേട്ടോ. സലീമാക്കിനെ കുറിച്ച് എന്താ പറയല്ലോ? 2 ദിവസം ലീവ് വേണ്ടേ? 2 ദിവസം ലീവ് വേണ്ടേ? അങ്ങനെ ഞങ്ങള് മനസ്സ് കഴിഞ്ഞിട്ടുള്ള യാത്രയാണ് ഞങ്ങൾ പോകുന്നത്. പന്തല്ലൂർ ഭാഗത്ത് മൈൽ ടൈൽസ് പുറത്തൊക്കെ നിരത് കേട്ടോറും എല്ലാ ജനങ്ങളും പറയുന്നുണ്ട് വീഡിയോസ് വരുന്നില്ല. എന്നപ്പോ ഞങ്ങളൊന്ന് പോയോക്കട്ടെ. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതന്നെ കിട്ടുമല്ലെന്ന് ഞങ്ങൾ നോക്കട്ടെ. ആണോ? വൻ സെറ്റപ്പ് ആവാൻ പോവല്ലേ? ഞങ്ങൾ പോകുന്ന റോഡുകൾ വടവൂറം പാലം ഒക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പോകും. ബ്ലോഗിനെടുത്ത് ഞങ്ങൾ വരും. ബ്ലോഗ് എടുക്കാൻ പോവാ, ഞങ്ങൾ എടുത്തന്നെ വരും. അത് കല്ലും മുള്ളും നിറഞ്ഞ റോഡാണെങ്കിലും മാറ്റിയിട്ടൊക്കെ അത് മാറ്റിയിട്ട് ഞങ്ങൾ ടാറ്റ കൊടുക്കാൻ പോവാ. ആക്കങ്ങൾ തന്നെ 5 പാൽക്ക്. നിലമ്പൂർ കഫേ സെലിബ്രിറ്റി സലീമാക്ക. ഞങ്ങൾ പോയിട്ട് വരാട്ടോ. അവിടെ പോയിട്ട് കറങ്ങിയിട്ട് അനുഗ്രഹിക്കണം. ഞങ്ങൾ പോരട്ടോ. 5 പാൽക്കേക്ക് 2 പപ്സും നല്ല മസൂദിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി നമ്മളെ മുദീറല്ലേ, മുദീറിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പൊ എല്ലാരോടും സെൽഫി ഒക്കെ എടുക്കണം. പിന്നെ വെള്ളം സ്നാക്സ് ഒക്കെ എടുത്തിക്കണേ, ജ്യൂസൊക്കെ എടുത്തിട്ട് കടയിൽ നിന്ന് തന്നെ പോവാ. നമ്മൾ പോവല്ലേ? ടാറ്റ എടുത്ത് എല്ലാവർക്കും ടാറ്റ. ഞാൻ ആരില്ല. ടീംസ് ആണ് അതിലെ. രാവിലെ ഓല ഉണ്ടാവില്ലേ? പിന്നെന്താ ഓലാണ് ഉറപ്പല്ലേ? പോവാണ്. അപ്പൊ ഇനി പിന്നെ ഞങ്ങളൊരു ഫ്രണ്ട് കൂടെ ബാസി കൂടെ ഉണ്ട്. ബാസി ഒരാൾ കൂടെ ഉണ്ട്. ഞങ്ങൾ 5 ആളാ പോണത്. സലീമാക്ക നിങ്ങൾക്ക് എത്ര മാനേജർമാരാ? എനിക്ക് 3 മാനേജർമാരുണ്ട്. 3 മാനേജർമാരുടെ മേക്കണെങ്കിൽ നല്ല നയിപ്പാണ്. ഒരാൾ അതിൽ വിളിക്കുമ്പോൾ ഒരാൾ അതിലെ പോവാണ്. അല്ല 3 മാനേജർമാരും പിന്നെ അപ്പൊ ഞങ്ങളൊരു ഫ്രണ്ടും 2 ബോഡി ഗാർഡും. എന്തെങ്കിലും പറയേ ഒരു ഭ്രാന്താനെ സെറ്റപ്പാ. അത് സെറ്റാണ് കേട്ടോ. എവിടെ ഇപ്പൊ വേണ്ട. ഞാനൊരു കഷ്ണം കഴിച്ചു. അപ്പം അതിമനോഹരമായ നിലമ്പൂർ കനോലി റോഡിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ്. ഫുള്ള് ഫോറസ്റ്റ് ആണ് കേട്ടോ.
ഈ കാട് മൊത്തം എങ്ങനെയാണ്? കാട് മൊത്തം ഫോറസ്റ്റ് ആണ്. അവിടെ അതുണ്ടോ മരം കൊണ്ടുണ്ട് എവിടെ? പോലെ ആ മരം കയറ്റില്ലേ? ഇതൊക്കെ ഒന്നും കാണേണ്ട കാഴ്ചകളാണ്. എല്ലാ ആൾക്കാരും പറയണേ വിളിച്ചാണ്ടേ സലീമാക്ക എന്താ ബ്ലോഗ് ഇടാത്ത, എന്താണ് വീഡിയോസ് ഇടാത്ത. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് മൂന്നാൾക്ക് സുഖല്ലേ. എന്റെ രണ്ട് കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞാല് ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ ജനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കൂടുന്ന സ്ഥലമാണ്. ഇവിടെ എന്താണ് കാണാൻ ഇത്ര എത്തുന്ന നമുക്ക് അറിയണില്ല. നമ്മക്ക് ഇതിന്റെ വില അറിയില്ല. ഇങ്ങനെ കനോലി പ്ലോട്ടിന്റെ ഈ തേക്കിന്റെ ഒക്കെ മഹിമ ശരിയാട്ടോ, അത് ശരിയാണ്. ആൾക്കാർക്ക് നിലമ്പൂര് എന്ന് പറഞ്ഞാൽ ഷാപ്പി മഹിമ ഈ റോൾസ് റോയ്സിന്റെ ഇന്ത്യൻ വർക്ക് എന്ത് ചെയ്യണ നിലമ്പൂരേക്കല്ലേ? അല്ല നിലമ്പൂരിന് അറിയാൻ തന്നെ ഭയങ്കര ആണല്ലോ. പിന്നെ ഇതുണ്ട്, ഫേമസ് ഉണ്ട് എല്ലായിടത്തും. നമുക്ക് അതിപ്പോ നമ്മളെ കൊണ്ട് പറഞ്ഞ മാതിരിക്കായി. നമ്മളെ മുറ്റത്തെ മുല്ലക്ക് മണല്ലാത്ത മാതിരിക്കാണ്. ഇപ്പൊ നമ്മളെ അനുവിന് ഇപ്പൊ നിലമ്പൂര് പോകുന്ന ആൾക്കാർക്കൊന്നും തന്നെ വിഷയം. ഞാൻ കണ്ടു അത് നല്ല ഇവിടുന്ന് വിട്ടാലും എന്താണ് അല്ലേ? എല്ലാ ജനങ്ങളും ആൾക്കാരൊക്കെ കാത്തുതിരിക്കല്ലേ പിന്നെ കാണാനല്ലേ? പിന്നെന്താ ഉണ്ട്. അതല്ലേ നമ്മളെ നാട്ടിൽ കഥ പറഞ്ഞല്ലേ? കാണുമ്പോ എപ്പോഴും കാണുന്ന ആൾക്കാരെ നമ്മള് അത് ഉണ്ടാവില്ല. അതെ എപ്പോഴും കാണുന്ന ആൾക്കാരെ ഉണ്ടാവില്ല. അങ്ങനെ വേറെ ഒരാള് ഇപ്പൊ സലീമാക്കന്റെ ഉള്ളു ജയപ്പത്തില്. പിന്നെ നാട്ടിലൊന്നും നോക്കിയാ പരിപാടി കണ്ട് കണ്ടോ? ഫുൾ ടീമായി ഉണ്ട്. അതൊക്കെ അതിശയപ്പെട്ട് നോക്കണ്ടോ? ഓനൊക്കെ അന്തം വിട്ട് നോക്കണേ. എന്താ വീഡിയോക്കാരൊക്കെ വരികയല്ലേ? വീഡിയോക്കാരൊക്കെ ഞങ്ങള് വീഡിയോ എടുക്കണ വെച്ചാ ബൈക്കെന്ന് ചോദിച്ചു ആരെങ്കിലും ഇല്ലല്ലേ? അവിടെ അടിയെത്തിയപ്പോഴേ വണ്ടി എത്തിയപ്പോഴേ എന്താ റോട്ടിന് വണ്ടി കയറില്ല. അവിടെ ഭയങ്കര അടിച്ചാണ്. എവിടെ നിങ്ങൾ എണ്ണ കഴിഞ്ഞ് പറഞ്ഞേ? കുറിച്ച് പറഞ്ഞു രണ്ടു വാക്ക്. അത് പറയ്. പെട്രോൾ പമ്പിന്റെ 50 മീറ്റർ മുന്നേ എണ്ണ കഴിഞ്ഞു. ഒരു 20-30 മീറ്റർ ചാനിക്കറിയാം. ഞാനാ നടന്നേ. ഞാൻ തന്നെയാണ് ഈ ആശയം ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? അപ്പുറത്തത് പമ്പൊന്നും അടിക്കാറ്. അല്ല എന്റെ പണി തന്നെ. അതിന് ഞാനൊന്നും പറയില്ല. അടുത്ത പോയി എണ്ണല്ല കുറച്ചുണ്ടാവുള്ളൂ. ഈ ആൾക്കാർ പോയിട്ട് ഇതാക്കിട്ടല്ലേ കൊണ്ടുപോയിക്കോളൂല്ലേ? വേറെ അടിപൊളി അല്ലേ? അതില് വെള്ളക്കൊപ്പൊക്കെ വാങ്ങി 3 ലിറ്ററിന്റെ അതില് പോയി കൊടുന്നു. നമുക്ക് സീനിയറിന്റെ സ്ഥലത്തേക്ക് ഇറങ്ങട്ടെ. എന്താ വേണ്ടത്? നമ്മള് ഗൂഡല്ലൂര് പോക്കില്ല ഇടക്ക്? ഗൂഡല്ലൂര് നമ്മള് പോകല്ലേ? അല്ല ഇടക്ക് ഗൂഡല്ലൂര് ഇല്ല അങ്ങനൊന്നും ഇല്ല. കൊറേ മുമ്പൊക്കെ പോയിട്ടുണ്ട്. കൊറേ മുമ്പ്. എന്തായാലും കൊറേ കാലത്തിന് ശേഷമുള്ള യാത്രയാണ്. നാദാപുരത്തിന് ശേഷം അടുത്ത വീഡിയോ വരുന്നോ? നാദാപുരത്തിന് ശേഷം അടുത്ത വീഡിയോസുമായി ഞങ്ങൾ കമ്മിങ് സൂൺ. കമന്റ് സൂൺ. കമന്റ് സൂൺ അല്ല കമ്മിങ് സൂൺ. ഇതങ്ങനെ പറഞ്ഞത് ഇതാണ്. ഇതാണ് അസിന്റെ ഏട്ടന്റെ പിന്റെ ഏട്ടന്റെ അല്ലേ? ഇതാണല്ലേ പിയും പിന്റെ ഏട്ടനും നടത്തുന്ന പോരാട്ടം. നമ്മക്ക് ഇപ്പൊ ആണോ ആര് അസിയോ? ഇവിടെ സ്ഥലം അല്ല കാർ ഡ്രൈവർ ഇവിടെ ഓക്കെ ആയി. പിന്നെപ്പോ എന്താ പ്രശ്നം? ഒരു മാറ്റൊക്കെ സംഭവമാണ്. അല്ല നിങ്ങൾ പോകുന്ന മാരങ്ങൾ പാടത്തൊക്കെ എടുത്തങ്ങള് ആ സീനിയർ ഒക്കെ ഞങ്ങൾ എടുത്തൂടെ? ഞങ്ങൾക്ക് രസല്ലേ? സലിമാനെ വിളിച്ചെന്താ പറയല്ലേ? ഞാൻ ഉറങ്ങി മറ്റേ ഉറങ്ങി വിചാരിച്ചങ്ങള് പുടുത്ത മുട്ടിങ്ങാണ്ട് മറ്റേ ഉറങ്ങി വിചാരിച്ചോ? ഞങ്ങൾ സലീമാക്ക ഇങ്ങനെ വരിക ക്ഷീണിതനായ സലീമാക്ക ഞങ്ങൾ പ്രതീക്ഷിച്ചത് അല്ലേ അസ്യ? നമ്മൾ ക്ഷീണിതനായ സലീമാക്കാനെ പ്രതീക്ഷിച്ചത്. പക്ഷെ വന്നപ്പോൾ കണ്ടത് അത്യുഗ്രഹം. ടൂറ് പോകല്ലേ? കുറച്ചു ആളുകളായിട്ട് സലീമാക്കാന്റെ മുഖം വാടിയായിരുന്നു. അത് എന്തുകൊണ്ടാണ് അത് ഇവിടെ പറയണം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതായത് നമുക്ക് ഇപ്പൊ എന്റെ അത് പറയാണെങ്കിൽ മനസ്സിൽ നമ്മുടെ കുടുംബ പ്രശ്നം നടക്കും. സുഖമില്ലാത്ത പ്രശ്നങ്ങൾ അത് പനി അസുഖം ബാക്കിയുള്ള വീട്ടിലെ അസുഖമൊക്കെ അവിടൊക്കെ വീഡിയോ ഇടാത്തതിന് സങ്കടം ഉണ്ടായില്ലേ? അതാണ് ജനങ്ങളെല്ലാവരും എന്നോട് ചോദിക്കണേ എന്താ സലീമാക്ക ഇതെന്താ ഇടാത്ത ഡി എല്ലാം ഇങ്ങനെ പറയാം. ഞങ്ങൾ കണ്ട് ഞങ്ങൾ കാത്തിരിക്കണം എന്നൊക്കെ പറയണം. അപ്പൊ ഞാൻ ഇപ്പൊ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതാണ് നമുക്ക് പോയി ഒരു ദിനം തന്നെ വിട്ടുകൊടുക്കുക. അപ്പൊ എന്തായാലും വേണ്ടില്ല അതൊക്കെ നമ്മൾ പരാതി നമ്മൾ തീർക്കാൻ പോവാണ് ഇൻഷാ അള്ളാ. രാവിലെ വിളിച്ചാണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിക്ക് പോണ എന്നെ വിളിച്ചാണ് രാത്രി വീഡിയോ എടുക്കാൻ ഇതാണ് എനിക്ക് കിട്ടുന്ന ഇല്ല.
അത് ജനങ്ങളെ എന്താ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞില്ല. അപ്പൊ ജനങ്ങളെ നമ്മൾ ചോദിക്കും, നമ്മളെ വീഡിയോസ് ചോദിക്കും. നമ്മളെ പിന്നെ ആ ഫസ്റ്റ് ആ ബ്ലോഗ് കൂടെ നമ്മള് വന്നതാണ്. അപ്പൊ എന്തായാലും ജനങ്ങൾ ചോദിക്കും നമുക്ക് അവിടെ എത്തിയിട്ടേ കുറെ ആൾക്ക് റിപ്ലൈ ഒക്കെ കൊടുക്കണേ. ആ കൊടുക്കാം. ഇന്ന് ലൈവ് വരാം, ഇന്ന് ആർക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കണേ. ഇന്ന് സലീമാക്കാന്റെ സ്നേഹം കൊടുക്കണ ദിവസമാണ്. ഇന്ന് ഫുള്ള് സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ എല്ലാരും പറവകളമായി പറന്ന് കിടക്കാണ്. ഫുള്ള് സ്വാതന്ത്ര്യമാണ്. അല്ല അങ്ങനെ തന്നെയാണ്. എൻജോയ് എന്ന് പറഞ്ഞാൽ നമ്മളെ സന്തോഷത്തിന്റെ ദിവസം. ഇവിടെ വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. ഓക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ കുത്തിക്കോണ്ടി എന്താ നല്ലോ കുത്തണം. കുത്തുമ്പോ ചവിട്ടും കുത്തൊക്കെ ചെയ്തോണ്ടി. കാരണം അങ്ങനെ പറ്റൂല. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ പെണ്ണുങ്ങൾ പറഞ്ഞു ചെയ്ത് പോന്നപ്പോ ഞാൻ പെണ്ണുങ്ങൾ പറഞ്ഞു ചെയ്ത്. അപ്പൊ പെണ്ണുങ്ങൾ ആവശ്യത്തിനകത്ത് നോക്കണ ഇമ്മേ വീഡിയോക്കാരൊക്കെ വരുന്നുണ്ട് അറിയുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ നീച്ചുകൊണ്ട് പണിക്കാരൊക്കെ നീച്ചുകൊണ്ട് ആന്തം വിട്ട് നിൽക്കണ അവിടെ എവിടുന്നാ വരുന്ന ആൾക്കാർ ഇവിടുന്ന് അല്ല ബോംബെന്നാണ് പറഞ്ഞു. ആ ഇന്ന് തെരഞ്ഞു വരണം. ഇംഗ്ലണ്ടിൽ കാണാൻ വന്നില്ല ഇംഗ്ലണ്ട് തന്നു. ഇങ്ങോട്ട് വന്നുകാണ്ട് അത് കേൾക്കേണ്ട സംഭവം തന്നെ കേട്ടോ. പെങ്ങന്മാര് വിളിച്ചിട്ട് പറയാ ആരാന്നൊക്കെ ചോദിച്ചത്. ഫോട്ടോസ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നാണ്. പ്രത്യേകിച്ച് നമ്മള് ഇവിടെ റൂം എടുത്ത് അവിടെ നിൽക്കുന്നേ സൈഡിൽ അങ്ങനെ കാണാൻ വന്നാണ്. ഇമ്മേ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഒരൊറ്റ ഇംഗ്ലീഷ് അല്ലേ ഉള്ളൂ. വെൽക്കം ഡ്യൂട്ടി പോരില്ലേ ഈ സാഫിന്റെ പോരല് മനസ്സിൽ എന്താണ് നമുക്ക് ഇത് സലീമാക്കാന്റെ ഒപ്പം പോരുമ്പോ നമുക്ക് സന്തോഷം നിറഞ്ഞൊരു യാത്ര പിന്നെ അല്ലെ വ്യത്യസ്തമായിട്ടൊരു ടൂറല്ലേ? അത്രയും കാലം പോകാത്തൊരു ടൂർ നമ്മൾ ഒരുമിച്ച് കിട്ടിയാണ്. അത് എനിക്കിത് ടൂറായിട്ട് തോന്നുന്നില്ല, എനിക്കിത് മറ്റേ പണിയായിട്ടാ തോന്നുന്നത്. എന്റെ പേര് ക്യാമറ മൈക്കൊക്കെ ആയിട്ട് എല്ലാ സാധനവും ഉണ്ടാവും. സലീമാക്കാനോട് കുറെ കാര്യം സംസാരിക്കാനുള്ള ദിവസമാണ്. അതുണ്ട്. അത് നിങ്ങൾ ചോദിക്കണോ? അതിനപ്പുറം നമുക്ക് സംസാരിക്കാണ്ട് കൊച്ചി നമ്മളെ ഓരോരുത്തരുടെ അനുഭവങ്ങളും നമ്മൾ പറയണ്ട. അവിടെ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടാണ് അനുഭവങ്ങൾ പറയണം. നമ്മള് വന്നതും അതെന്താണോ ഇനി ചവിട്ടി പുറത്താക്കാനാണോ? അതല്ല ഞാൻ പറഞ്ഞേക്കാം ആശയെ. ഇപ്പൊ ഞാൻ പോയിട്ട് ഈ പോക്കും നമ്മളെ ഈ സ്റ്റേജും നമ്മളെ ഈ നാദാപുരം പോക്കും ഞാൻ ഒരിക്കലും റബ്ബാണ് സത്യം ഞാൻ മനസ്സിൽ വിചാരിക്കാത്തൊരു കാര്യമാണ്. അത് എങ്ങനെ നടന്നു വെച്ചാൽ തവക്കത്തും അള്ളാഹ് കൂട്ടെടുക്കുന്നത്. അത് അതിലാണ് ഇതിനൊക്കെ കാരണം. കാരണം ഇവിടെ വരെ തിങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിന്നിട്ടില്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഈ ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനും ചെയ്യും. പോണം എല്ലാരും വിചാരിച്ചിടങ്ങി. നമ്മളിപ്പോ നിങ്ങൾക്ക് ഇന്ത്യയിലാണ് ഇതാണ് നിങ്ങൾക്കാണ്. കാരണം നിങ്ങളാണ് ഇപ്പൊ ഇതിന് ചെക്കൻ കുഞ്ഞാണ് പറഞ്ഞത്. നന്ദി പറയരുത്. അങ്ങനെയല്ല നമുക്ക് ഓരോരുത്തർ പറയാലോ. കാരണമാണല്ലോ അല്ലേ? അതൊക്കെ ഒരു വെച്ചാലേ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഇത് സംഭവം വന്നില്ലേ, അതുപോലെ തന്നെ വന്നു കൂടിയ ആളുകളാണ് ഞങ്ങളൊക്കെ. അതന്നെ പ്രതീക്ഷിക്കാതെ നമ്മള് ഒന്നിച്ചത് അല്ലേ? സത്യമാണത്. അല്ല ഈ ആസിഫിനെയും ഈ സാധനം ആസിഫിനെ അറിഞ്ഞു തരും. കാരണം അമ്പാടില്ലായതുകൊണ്ട് ചിലപ്പോ അറിഞ്ഞു. പക്ഷെ നിങ്ങളത് ഒരിക്കലും അറിയാത്തൊരു സംഭവം. വിളിച്ചിട്ടുണ്ട് അവിടുന്ന്. ആര്? അതെന്താ മറ്റേ സാധനം ഇതില് സലീമാക്ക വിളിച്ചിട്ടുണ്ട്. ഗ്ലാസ് അതി കൊടുത്ത ചാറ്റ് എടുത്തല കൊടുക്കി ചാറ്റ് കൊടുക്കുക. അതിനാണ് കൊടുക്കിയ ഇൻഡക്ഷൻ കുക്കർ എങ്ങനെ രാവിലെ അല്ലേലും ക്ഷമാവറൊക്കെ 2 മണിക്കൂർ ഉണ്ടാവും പറഞ്ഞല്ലേ? അല്ല 2 മണിക്കൂർ സെറ്റാണ് പറഞ്ഞത്. ഇപ്പൊ നേരത്തെ ആസിയ നമുക്ക് എപ്പോഴത്തെ ആസിയ ഇതാണ് ബാസി. ആണ് വിളിക്കാം. ഞാൻ എറണാകുളം പോയതിന് വേറെ യാത്ര തുടരുന്നു. അവനോട് ഇങ്ങനെ സലീമാക്കാന്റെ ഏതാഗ്രഹവും നമ്മളാൽ കഴിയണ ആഗ്രഹം നമ്മളെന്തെയും ഇന്ന് തീർക്കും. സലീമാക്കാൻ വലിയൊരു ആഗ്രഹിക്കണം അത് നമ്മള് സാധിച്ചു കൊടുക്കും. ഇനിയും
അടുത്ത് വരുന്നുണ്ട്, അടുത്ത് വരുന്നുണ്ട്. സമയമില്ലല്ലോ, തിരക്കല്ലേ. ഓക്കെ, പിന്നെയാണ് സംസാരിക്കണം അല്ലേ? റിസോർട്ടുകളുടെ രാജാവ്. അതെ, ഇനി കാണാൻ പോകുന്നത് പൂരം വേറെ. പൂരം കൊടിയേറി മക്കളെ, കൊടിയേറി മക്കളെ. ഉള്ളരെ കളി ഞാൻ ഇറക്കി. ആസിഫ് നമ്മളൊരു ബ്ലോഗ് കണ്ടിട്ടോ. ആസിഫ് സലീമാക്കാനെ വന്നിട്ടുണ്ടല്ലോ. പിന്നല്ലോ ആസിഫിന്റെ ഇത് മാറിയത്, പേഴ്സണൽ മാനേജർ. ആസിഫിന്റെ ലൈഫ് മാറിയില്ല. ഇന്ന് ഇപ്പൊ പോയപ്പോഴേ അവിടുന്ന് പിള്ളേര് സലീമാക്കാന്റെ കൂടല്ലേ അതെങ്ങനെ ചോദിച്ചാ ഫുഡ് അവിടെ ഉണ്ട് ഉച്ചക്കുള്ള. എന്താ ഫുഡ്, എന്താ സ്പെഷ്യലാണ് അവിടെ പോയാൽ? നിറഞ്ഞു കിടക്കല്ലേ ചോദിച്ചാ അതല്ലേ നമ്മളിങ്ങനെ പറയട്ടോ. അതായത് ആസിഫിന് ഇന്റർവ്യൂ ഉണ്ട്, ആസിഫിന്റെ ഇന്റർവ്യൂ വൈകുന്നേരമുണ്ട്. ആ ഇന്റർവ്യൂല് ആസിഫിനോട് പറയും മമ്മൂട്ടിക്ക്, മോഹൻലാലിന്, പൃഥ്വിരാജിന്, ഇവർക്ക് മാത്രമല്ല പേഴ്സണൽ സെക്രട്ടറി അല്ലേ സലീമാക്കാക്കുണ്ട്. സലീമാക്കാന്റെ പേഴ്സണൽ സെക്രട്ടറി ആണ് ഇതാ ആസിഫ്. നമുക്ക് ഓറഞ്ച് വേണോ? ഓറഞ്ച് വേണോ? ഓറഞ്ച് വാങ്ങിയാലോ? ഓറഞ്ച് വാങ്ങാം. ഇവിടെ എന്റെ അമ്മയക്കനെ കണ്ടല്ലേ. ഗ്ലാസ് വെച്ച് ഇറങ്ങണ്ട, സൈഡാക്കിയാ മതി. എന്താ പക്ഷേ അടുത്ത് പച്ചമാങ്ങ ഇന്നലെ ഊട്ടി പോയി. ഊട്ടി പോയി പച്ചമാങ്ങ ഉപ്പിരുമ്പി മുളക് ഇട്ട് നല്ല ടേസ്റ്റ്. അപ്പൊ തുടങ്ങിയത് ഒരു പൂതി. പക്ഷെ ഇവിടെ പച്ചമാങ്ങ കിട്ടൂല, ഇന്ന് കിട്ടി. എടക്കര കേട്ടോ, എടക്കരയാണ് ഷോപ്പ്. പച്ചമാങ്ങ ഉണ്ട് ഇവിടെ വന്നത്. എന്താണ്ട് അറിയണേ, അത് പോത്താങ്ങിയ പച്ചാങ്ങിയ മാണ്ടി. അപ്പൊ അവൻ പറയാ എത്ര ഇഷ്ടം ക്ഷണിച്ചത്. പറഞ്ഞു കിട്ടില്ല, മൈക്കിന്റെ അടുത്താണ്. ആ മൈക്കോടെ ഉണ്ടല്ലേ. ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയാണ്ട് പാൽ കേക്ക് കടയിൽ നിന്ന് എടുത്താണ്. സെറ്റപ്പ് ആക്കിക്കണേ, ഒരു വറുത്തക്കയും വാങ്ങിക്കണേ. എന്താ ഇനി വേറെ വേണ്ട നിങ്ങക്ക്? അങ്ങനെ കേരളം വിടല്ലേ സലീമാക്ക? ആരാ ഓഫാക്കാൻ പറ്റാ? മുണ്ട കഴിഞ്ഞോ? മുണ്ട ചോര ചോരയോ? അത് എത്ര ചോരെത്തിയോ? ഓ ഞങ്ങളെ അടിപൊളി സ്ഥലല്ലേ. ഹായ് ചായക്കട. അവിടല്ലേ. അപ്പൊ നമ്മള് ചുരം കയറി തുടങ്ങിട്ടോ. ഇനി അല്പദൂരം എന്തെങ്കിലും പറയണേ. മസാജ് സെന്റർ ഉണ്ട്. ഓക്കെ മനസ്സിലായി. പനി വിട്ടാ തലവേദന വിട്ടാ പിന്നെ പനി. മസാജ് സെന്റർ ഉണ്ട് നമ്മളെ ബ്ലോഗിലൂടെ. അങ്ങനെ നമ്മള് 9 നമ്മളെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചോര തുടങ്ങിയോ? ഒന്നായിട്ടുള്ളൂ. ഒന്നാം വളം എത്തിയിട്ടുള്ളൂ അല്ലേ? നോക്കട്ടെ, ശരിക്കും നോക്കട്ടെ. രണ്ടാം വളം ഒക്കെ ഒന്നും മാറിട്ടോ. അയ്യോ, അങ്ങനെ നമ്മളെ യാത്ര തുടർന്നുകൊണ്ട് കേട്ടോ. പന്തല്ലൂരിലേക്കുള്ള യാത്ര നമ്മള് പോണേ. പന്തല്ലൂര് നമ്മള് ഊട്ടിക്കാണ് പോണ കേട്ടോ. എന്നാ പന്തല്ലൂരൊക്കെ ഉണ്ടായത്? ഊട്ടിയിലോട്ടാണ് നമ്മള് പോകുന്നത്. ഊട്ടിയിലോട്ട് അല്ലേ? അല്ല ശേഷം ആന
ആനകളും മുയലുകളൊക്കെ ഉണ്ട് ട്ടോ ഇവിടെ. കുരങ്ങുകളുണ്ട്. ഭയങ്കര ഭീകര പ്രദേശാണിത്. പന്നിനെ കാണുന്നുണ്ട്. അതാണ് പന്നി. അല്ല നോക്കി ആകണ് പന്നിയാണ്. പുലിയോ തമ്പുരാനെ. പുലി എവിടെ അടിയത്തെ പുലി എന്താ മുണ്ടാത്ത? അല്ല ഇവിടെ എന്തെങ്കിലും ഉണ്ടല്ലോ. ഉറങ്ങിയോ? ഓനെ കൊണ്ട് ഭർത്താൻ പറയിച്ച ഇതേ ഇത് എവിടക്ക പോണ എനിക്ക് മനസ്സിലായിട്ടില്ലല്ലേ. കളിയും പുളി അടിസക്ക പിന്നെയും നോക്കിക്ക കുത്തി 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 അടിപൊളിട്ടോ. അടിപൊളി സ്ഥലം. അടിപൊളി സ്ഥലം കേട്ടോ മക്കളെ. അടിപൊളി പ്രദേശമാണൊക്കെ. കാണേണ്ട കാഴ്ചകൾ മക്കളതൊക്കെ. ഇവിടെ ഇറങ്ങിക്കടക്ക് നടക്കാനൊക്കെ കമ്പനി കേട്ടോ മക്കളെ. എന്താണ് നമ്മളെ ബ്ലോഗ് അടിപൊളിയാവും കേട്ടോ. ആയി എന്താ സ്ഥലം. അടിപൊളി സ്ഥലം. സൂപ്പർ സൂപ്പർ. സാപ്പി ഉറങ്ങല്ലേ? ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇതിപ്പോ ഇങ്ങനെ ചെവി അടിയാ. ചെവി അടിയുണ്ടേ എങ്ങനെ ജമ്മാ പാടി ഇതടക്കണോ? അതന്നെ പരിപാടി. ചെവിയാ ചോദിച്ചോ? ചെവിയല്ല മൂക്കത്തി പിടിച്ച് മൂക്കത്തി പിടിച്ചാണ് ചെവി കൂടെ. കാറ്റ് പോണില്ലേ? ചെവി കൂടെ പോവും. ചെവി അടഞ്ഞിക്കൊണ്ടോ. നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മളെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഞങ്ങള് ബ്ലോഗ് തെരഞ്ഞു പോവുകയാണ്. എവിടുന്ന് കിട്ടിയ കൊണ്ടേ പോരൂ. ഈ ജനങ്ങൾക്ക് ബ്ലോഗില്ല ബ്ലോഗില്ല പറയാൻ പറ്റും. എല്ലാവരും ചോദിക്കണം ഇപ്പൊ എന്താ നിങ്ങള് ബ്ലോഗ് ഇടാത്തത്, എന്താ നിങ്ങള് വീഡിയോസ് ഇടാത്തത് ഒന്നുകൂടെ മനസ്സിലായി. ഇനി നമ്മളത് കൊണ്ടുപോരാണ്. നമ്മൾ പോകുന്ന വഴികളിൽ കുറെ കല്ലും മുള്ളൊക്കെ നിറഞ്ഞ വഴികളാട്ടോ. പക്ഷെ അതൊക്കെ എടുത്തിട്ട് പോകും നമ്മള്. കേട്ടോ ആരോടെ പറയണേ? ഇത് കേക്കാൻ അറിയാലും വേണ്ടേ? ഇല്ലാത്തൊരു കഥ. സബ്സ്ക്രൈബേഴ്സ് കേട്ടോളൂ. എന്താ ചെയ്യാ, ഞാൻ പറഞ്ഞങ്ങ് കേട്ടോ. നമ്മൾ പോകുന്ന വഴികളിൽ കുറെ കല്ലും മുള്ളൊക്കെ നിറഞ്ഞ വഴികളാണ്. എന്നാലും വേണ്ടിയില്ല, ബ്ലോഗാണ് നമ്മളെ മുഖ്യം. അത് തെരഞ്ഞ് നമ്മൾ പോണ്. എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കൊണ്ടുവരും. നമ്മൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കണം. അതാണ് നമ്മളെ ജനങ്ങൾക്ക് ഈ കാഴ്ചകൾ കാട്ടി കൊടുക്കണം. പുര നിറഞ്ഞിരിക്കുന്ന മുളകള് അല്ല മുളകൾ എന്തെങ്ങനെ എട്ടമളവ് എത്തിയോ? എട്ടമളവ് ഇത് നല്ല രസമുള്ള സ്ഥലാട്ടോ. അതിമനോഹരമായ സ്ഥലം. കൂരാക്കൂരി ഇരുട്ട്. നമ്മളിന്ന് മസൂദിനെ ഹോട്ടലിൽ ഇട്ടുകാണ്ട് നമ്മൾ പോകുന്നത്. മസൂദിന് ചായ തിരിക്കണ മസൂദ് കഞ്ഞിളം പോരുണ്ട് അവിടെ ചായ എന്ന് പറഞ്ഞുകൊണ്ട്. മസൂദിന് എന്തൊക്കെയോ പറ്റി. മസൂദ് സന്തോഷത്തിലുണ്ടോ? പൈസ വിട്ടിട്ടില്ലട്ടോ മസൂദ്. അതിന്റെ അടിയിൽ കൂടെ അതൊന്നും നടക്കുന്നുണ്ട്. മസൂദേ ഉള്ളിൽ ഇറങ്ങി കിടക്കുന്ന സിംഹത്തിനെ പുറത്തു കൊണ്ടല്ലേ. ഒന്നുകൂടി വിളിച്ചു നോക്കാം. നീ മസൂദ് വിടൂല. അപ്പൊ ഇങ്ങനെ പോകാൻ തന്നെ ആഗ്രഹങ്ങളേ ഉള്ളൂ. സാധിക്കും. ഇനി ഒരൊറ്റ ഇത് കൂടി കിട്ടണം. ഒരു സ്റ്റേജ്, ഒരൊറ്റ സ്റ്റേജ് കൂടി കിട്ടണം. വേറെ ആഗ്രഹങ്ങൾ പറഞ്ഞ വലിയ വലിയ ആഗ്രഹങ്ങൾ പറഞ്ഞ കാര്യമില്ല. അതെ, അസി എന്തുണ്ടെങ്കിലും തരും. ഇതാണ് നമ്മളെ എന്താഗ്രഹം അസി തരും. അതത്രേ ഉള്ളൂ. കഴിയാത്ത ഞാൻ തരും. അല്ലാ
ആഗ്രഹല്ലേ? ആഗ്രഹങ്ങളേ ഉള്ളൂ. ഇതാ നമ്മൾ പോണത് ആഗ്രഹം കാണാനല്ലേ നമ്മൾ പോണത്. മനസ്സിന്റെ ആഗ്രഹങ്ങൾ കാണാൻ പോണത് നമ്മള്. അവിടെ നിൽക്കുക, ഒരു രാത്രി നമ്മൾ അവിടെ കടന്നുറങ്ങുക, അതൊക്കെ രസം തന്നെയല്ലേ? പിന്നെന്താ ഉറങ്ങാനാ പോണ്. എന്താ ചെയ്യാ? പൂരപ്പറമ്പിൽ പട്ടിണിമാരിപ്പോ എന്റെ അവസ്ഥ. അങ്ങോട്ട് ഓടിയിട്ടും രസമല്ല, അങ്ങോട്ട് ഓടിയിട്ടും രസമല്ല. സെന്ററിൽ നിൽക്കാണ്. ആകെ പറയലൊരു സാഫിയാണ്. സാഫി ഇങ്ങനെ സാഫി കണ്ടില്ലേ? ആവിട്ട് നിൽക്കി തുറക്കുക, ഓട്ടാവിട്ട് കുത്തിരിക്കണ സാഫി. സാഫിന്റെ അച്ഛ കേൾക്കണ്ട, നിങ്ങൾ പറയും. ശബ്ദം കേൾക്കാൻ പോകുന്നുള്ളൂ. സാഫിനെ കൊണ്ട് തത്ത പറയുമ്പോ പറയിക്കും. തത്ത പറഞ്ഞ അവിടെ ഇറങ്ങുമ്പോ വളരെ മോശം റോഡാണ്. നേരപ്പാക്കിയ റോഡ്. എന്തൊരു ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ. എന്താണ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നത്? ഇതൊന്ന് ചെയ്തുകൂടെ? നിൽക്കുന്നത് കാണാനും കേൾക്കാനും ആൾക്കാരില്ലേ? ഇല്ലേ? എന്താണ് ഇങ്ങനെ? ഇതിന് സമാധാനം നിങ്ങൾ തരൂ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ പോണത്. കീശിലെ പൈസ എടുത്ത് കട ഇപ്പൊ അടങ്ങാറായി കടകൾ പോണത് യാത്ര ചെയ്തതിന്. എന്താണ് ഈ റോഡിന്റെ ഒരു അവസ്ഥ? ഇവിടെ അടി ടീം ഉണ്ടോ? അവിടെ അടി ടീം ഉണ്ട്. മരുമകനും അവന്റെ പമ്മളിയനും പൊടി പൊടിച്ചിതാ വരുന്നേ, വേഗത്തിലകത്തുനിന്ന് അടിപൊടി കുയച്ച് പതുമ പത്രി ചുറ്റി നാളികേരം മുറിച്ച് എந்த உலகத்தில் 2 சூரியன் இருக்க கூடாதுடா. എന്താണ് കുയ്യല്ലേ? ആശാരി സീരായി കുളമൊക്കെ മണ്ണാർക്കാട് പൂരം അതിമനോഹരമായ പച്ച പിടിച്ച തേയിലത്തോട്ടങ്ങളും മട്ടികളും എക്കേശികളും മാവിൻ ചുവട്ടിൽ അക്കേഷ്യ. അതനി അക്കേഷ്യായി വന്നതാണ്. സാരല്ല, സ്വന്തമായി തൂക്കട്ട കുട്ട കൊട്ട. തമിഴ്നാടക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് നമ്മൾ കേരളം വിട്ട് കൊടുത്തം വിട്ടിക്കണ വെച്ചിട്ടോ. ഇനി കളി തമിഴ്നാടാണ്. ரொம்ப கேள்விப்பட்டிருக்கடா. இந்த உலகத்தில் 2 சூரியன் இருக்க கூடாதா? ஒண்ணு மட்டும்தான் போதும். சூடு தாங்காத இறங்கி போயிடும். டேய், இந்த உலகத்தில் 2 சூரியன் இருக்க கூடாது. சூரியன் இருக்க கூடாதுடா. என்ன சூடு தாங்காதே சத்து போயிடும். இந்த தமிழ்நாட்டுக்கு வந்துட்டு இந்த ராசாத்தி ராஜா ஆகுறேன். இந்த தமிழ்நாடு ரொம்ப குரங்கு കാട്ടിലെ കുരങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ നൃത്തം ചെയ്യിച്ച് അന്ത കുരങ്ങനെ പിടിച്ച് പിരിഞ്ഞ മരുന്ന് തേക്കൂ, ശരീരത്തിൽ തേക്കൂ. കാട്ടിലുള്ള മയിലിനെ പിടിച്ചു കൊണ്ടുവന്ന് നൃത്തം ചെയ്യിച്ച് അന്ത മയിലിനെ പിടിച്ച് പിരിഞ്ഞ മരുന്ന് തേക്കൂ. അതെ, മയിലെണ്ണ നിങ്ങളെ കയ്യുന്ന സഹായം ചെയ്ത് ഈ പരിപാടി വളരെ വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷകൾ അഭ്യർത്ഥിക്കുക. വണ്ടി നിർത്തുന്നു. തല കറങ്ങിയിട്ട് വണ്ടി നിർത്തിയതാണ്. ആളൊന്നും വിചാരിക്കരുത് ആരും. ഞങ്ങള് ഇടവേളക്ക് ശേഷം തുടരും. രണ്ടാമത്തെ പ്രാവശ്യം ചുരം കയറി വരുന്ന നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചുരം ഒന്ന് വന്നോക്കാ നിങ്ങള്. അതിമനോഹരമായ കൊക്ക കൊണ്ട് നോക്കി. ഇതൊക്കെ ഇവിടെ വന്നാൽ തന്നെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അല്ല കൊപ്പി അല്ലാ, ഇവിടെ കണ്ടമാനം മാലിന്യം അടഞ്ഞു കിടക്കുക കേട്ടോ. ഇവിടെ ഫുള്ള് ഇതിന്റെ ആൾക്കാർ തന്നെ തോന്നുന്നുണ്ട്. ഫുള്ള് ഇങ്ങോട്ട് നോക്കി, പരിപാടിന്റെ ആൾക്കാരുണ്ട്. ഇതൊക്കെ വളരെ മോശമുണ്ടോ. പിന്നെ റോഡിനെ കുറിച്ച് പറയണെങ്കിൽ വളരെ മോശം.
വളരെ മോശമുണ്ട് റോഡൊക്കെ. അപ്പൊ തല കറങ്ങി തല കറങ്ങിയപ്പോ വിശ്രമിക്കാൻ ഇറങ്ങിയതാട്ടോ. അല്ല, തല കറങ്ങിയപ്പോ നമ്മൾ വിശ്രമിക്കാൻ ഇറങ്ങിയതാണ്. തല ഭയങ്കര ഈ ചുരം കയറുമ്പോ ഉണ്ടാവും. പക്ഷെ മെയിൻ ആയിട്ട് ഈ റോഡ് ഉണ്ടല്ലോ, തമിഴ്നാട് റോഡ് വളരെ മോശമാണ്. അപ്പൊ അതിന് നമ്മള് കേരളക്കാരെ ഇവിടെ പോയി ഊട്ടിക്ക് പോകുമ്പോ അവിടുത്തെ 30 രൂപ വാങ്ങണ്ട്. ഈ റോഡ് കൂടെ പോയിട്ട് കൊടുക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. ഇതിനൊന്നും ഒരു അധികൃതരും ഇല്ല. ഇത് കാണാനും ചോദിക്കാനും വളരെ മോശം വളരെ മോശം. ഞങ്ങൾക്ക് വണ്ടി ഇങ്ങോട്ട് പോകാനൊക്കെ പറയാനുള്ള ഞങ്ങളെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനോടാണ്. അതെ, ഞങ്ങളെ കേരളക്കാരെ പ്രത്യേകിച്ച് ഞങ്ങളെ നിലമ്പൂര്, കോഴിക്കോട്, മലപ്പുറം, ഊട്ടിക്ക് മെയിൻ ആയിട്ട് പോകുന്ന സ്ഥലം അതന്നെ. ഈ റോഡിന് ഞങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി. അതന്നെ, ആ റോഡ് എന്തായാലും നമുക്കൊരു സെലിബ്രേറ്റ് നമ്മളൊക്കെ യാത്ര തല കറങ്ങിയാണ് നമ്മൾ വരുന്നത്. തല കറങ്ങിയാണ് ഈ റോഡ് കൂടെ വന്നിട്ട് തന്നെയാണ്. കാരണം ഞാൻ ഇരുന്ന സീറ്റിലാണ് നമ്മൾ ഇങ്ങനെ എത്തിയത്. ഞാൻ പിന്നെ നോക്കുമ്പോഴാണ് അപ്പുറത്ത്, പിന്നീട് ഇപ്പുറത്തേക്കാണ്. ശരിക്കും മാറിയാല് പോയാലോ? സീറ്റിൽ ശരിക്കും ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മളെന്താ ചെയ്യാ, കുണ്ടിൽ ചാടിയാണ്. ഇറങ്ങണോ? ഇല്ല അങ്ങനെ വിധിച്ചെങ്കിൽ അങ്ങനെ അതന്നെ. ഇല്ലീഗൽ പ്രോപ്പർട്ടികൾ ഉണ്ട് അവിടെ ഇല്ലീഗൽ പ്രോപ്പർട്ടികൾ ഉണ്ട്. നമ്മളങ്ങോട്ട് അതില് പ്രോപ്പർട്ടി നമ്മളിപ്പോ പോണ പ്രോപ്പർട്ടി ലീഗലാണ്. അവർക്ക് ബോധ്യപ്പെട്ടപ്പോ എന്താക്കി ഒരു പിന്നെ അങ്ങനെ ഉരുണ്ട് പറയാം. അതൊക്കെ ഓലെ തന്നെ. അങ്ങനെ വീണ്ടും യാത്ര തുടരും. അപ്പൊ വീണ്ടും ഞങ്ങൾ തടസ്സം നീക്കിക്കൊണ്ട് നല്ല തെളിവകത്ത് 100, 150 കൊടുത്താലേ നമ്മളെപ്പോഴോ കിട്ടീനി. കാരണം എന്താ, അത്രേ ഉള്ളൂ. തമിഴ്നാട് പോലീസിലാ അത്രേ ഉള്ളൂ. റോഡ് അടിപൊളി. റോഡ് അടിപൊളിയോ ആയ പറയല്ലേ, പറ്റ മോശം റോഡ്. ഇവിടുന്ന് അങ്ങോട്ട് സൂപ്പർ ആട്ടോ. ആൾക്കാട് പറയാനുള്ള കാര്യം, ഇവിടുന്ന് അങ്ങോട്ട് സൂപ്പർ ആണ്. ഇനി ആരെങ്കിലും നാടാണിക്ക് വരുമ്പോ നിങ്ങളെ വണ്ടി 30 രൂപ വാങ്ങുകയാണെങ്കിൽ ഒറ്റ തമിഴില് ഡയലോഗ്, അതന്നെ, ഇത് കൂടല്ലൂർ വണ്ടിതാ. അതെ അമ്മ, ഇത് കൂടല്ലൂർ വണ്ടി. അമ്മ, ഇത് കൂടുതലൂർ വണ്ടിക്ക് സീറോ മാറി ഇവിടെ. ഞാൻ കൂടുതൽ പെണ്ണുങ്ങളുണ്ടാവും. അങ്ങനെ പറഞ്ഞാ മതിയാ, ID കാർഡ് കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ പറഞ്ഞാ മതില്ലേ? ഓ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളാ കൂടുതലൂർ. കേരളത്തിലെ റൂട്ടിൽ ഞങ്ങൾ ID കാർഡ്, സ്കൂളിന്റെ ID കാർഡ് കാണിച്ചിട്ടു. തന്നെ ടോളില് മറ്റേ മീഡിയ കൊണ്ട് ഒരു കാർഡ് പ്രസ്സാണ്. ഞാൻ മീഡിയ കൊണ്ട് വർക്ക് ചെയ്തപ്പോഴേ പ്രസ്സാണ് പറഞ്ഞിട്ട് ടോള് പൊന്തിക്കുന്നു. ടോൾ എടുത്തില്ല തന്നെ. ആളുകളോ കാരണം എന്താ, ബംഗാളികളെ നിൽക്കിട്ട് ടോളില് ഗ്ലാസ് താത്താതെ ആധാർ കാർഡ് അല്ല മറ്റത്തില്ലേ, പാൻ കാർഡ് വരെ ഇങ്ങനെ കാണിച്ചോട്ടെ. ഗ്ലാസ് താത്താതെ തന്നെ. കണ്ണൂർക്ക് പോയപ്പോ അപ്പൊ നിങ്ങൾക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് സ്ഥിരം പറ്റിപ്പ് അല്ലേ? നിങ്ങള് സത്യങ്ങൾ എവിടെയാണല്ലോ. കുറിച്ച് 2 വാക്ക് പറയോ? നമ്മളെ ഫ്രണ്ടില് രാജന് ഓരോരുത്തർ 3 ഭാഷ സംസാരിക്കുന്ന തത്തമാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയല്ലേ? ഭാഷ ഇംഗ്ലീഷ് പറയും, ഇംഗ്ലീഷില് തന്നെ, ഹിന്ദിയില്, മലയാളത്തില്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താ പറയല്ലേ? ഇതാണോ 3 ഭാഷ കൊടുക്കുന്നുണ്ട് 5000 രൂപ. ഇതിനെ കുറിച്ച് എന്താ പറയല്ലേ? ഇതിനെ കുറിച്ച് അതായത് ഇത് നല്ല ഇതാണ്, ഇത് നല്ല ഇതാണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നല്ലൊരു ഇതാണ്. പിന്നെ ചുവപ്പ് ചുണ്ടിലെ തത്തല്ലേ? ചുവപ്പ് ചുണ്ടുള്ള തത്ത. ചുവപ്പ് ചുണ്ടില്ലാത്ത അത് 3 മാസം ഉണ്ടോ? ഇല്ല, 3 ഭാഷ പാടില്ല. ഇതൊന്നു മാത്രം. നമ്മളെ സുഹൃത്തുണ്ട് രാജനോന്റെ അടുത്ത്. രാജൻ കൂലിപ്പണി. രാജൻ സ്വന്തമായി തൂക്കട്ട. കുട്ട നല്ല സൈസിൽ കൊട്ട കുട്ട കൊട്ട അങ്ങനെ ഓരോ തമാശകളും പറഞ്ഞ് നമ്മള് മയക്കാറുണ്ട്. ഇരുട്ട് മൂടി കിടക്കാണ്. കുരാ കുരി ഇരുട്ടാണ്. അതിലെ കൂടെ നമ്മളെ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യാണ്.
നമ്മൾ ഡ്രൈവർ നല്ലൊരു ഡ്രൈവറാന്ന് എനിക്ക് തോന്നുന്നത്. ഡ്രൈവർ ഇതിനെ കുറിച്ച് അധികം പറയാനുണ്ടോ? ഡ്രൈവിങ്ങിനെ കുറിച്ച് എന്താ പറയുന്നത്? ഡ്രൈവർ ഏത് വണ്ടി ഏത് വണ്ടി വിടും? ആ ഒരുപാട് വണ്ടികൾ കിട്ടാനാണ്. ഒരുപാട് പേരെന്താണ് ഡ്രൈവർ പേരെന്താ? അസീസ്. അസീസ്. ആ മടമൂരിട്ട് അപ്പൊ അതിനതിന്റെ എനിക്കത് അറിയാം. മടമൂര് അതിന്റെ പെണ്ണുങ്ങൾ നീ പെണ്ണ ചായമാർക്ക് മടമൂര് അടിച്ചാലില്ലേ? ആ തേയിലന്റെ അടി കൂടെ വീട്ടുമേലോ കാട്ടുമോല് ആ രാത്രി നമുക്ക് പിടിക്കാൻ പാടില്ല. ഐഡിയല്ലേ? തേയിലത്തോട്ടങ്ങളല്ല, വളരെ ഭംഗിയുള്ള തേയിലത്തോട്ടത്തിന്റെ അടിയിൽ കൂടി നമ്മളെ പോണത്. നമ്മളിങ്ങനെ സുഖയാത്ര, നല്ല ഒരു ഉല്ലാസയാത്ര പോയിക്കൊണ്ടിരിക്കണേ നമ്മൾ കേട്ടോ. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ, മോഹം നീയല്ലേ, നീയല്ലേ. പാമരം പളുങ്കിക്കൊണ്ട് പങ്കായം പളുങ്കിക്കൊണ്ട് പ്രകൃതി വരവേൽക്കുന്നുണ്ട് നമ്മളെ നല്ല രീതിയിൽ. ഇതിപ്പോ എവിടെ എത്തി? പന്തിരൂരോ? ദേവാല ആ ദേവരാജ മാർക്കറ്റ് എത്തി. സെലിബ്രിറ്റി യൂട്യൂബറാണ് ക്യാമറ എടുത്തൊക്കെ പറഞ്ഞേ ചെക്ക് ചെയ്യണ ക്യാമറ എടുക്കാൻ പാടില്ല. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ റിസോർട്ടിലെത്തി. സലീമാക്കാന്റെ സ്വപ്നം, റിസോർട്ട് ആ എത്തിപ്പിടിക്കണം. സ്വപ്നം നമ്മൾ പൂവണിക്കാൻ പോവാണ്. റിസോർട്ടിലൊരു താമസം, റിസോർട്ട് താമസം, അതും തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ. അതന്നെ വാവ്. നമ്മൾ കാണട്ടെ കിനാവ്, വലിയ വലിയ ബാദുഷമാര് കാണുന്ന കിനാവ്. സലീമാക്കാന്റെ സൈഡ് ഫുള്ള് തേയില. സെറ്റാട്ടോ. പന്തലൊന്നും പറയത്തിട്ടോ. എന്താ പറയണ്ടേ? മിനിയൂട്ടി മിനിയൂട്ടി അത്തിമാനഗർ. ആ അങ്ങോട്ട് നോക്കി മക്കളെ. എന്ത് തോന്നുന്നു? എന്താ രസം കാണാല്ലോ നമുക്ക്. ആ കോടമഞ്ഞൊക്കെ പോണോക്കി. ഓ ഇതാണ് 5ാം വളവ്. കറങ്ങോ യു ആണ്. നമ്മളെ വഴി കാട്ടിട്ടോ, വഴി കാട്ടാണ് ഓട്ടോക്കാരൻ നമ്മളെ വഴി കാട്ടി. ഒരു ഗ്രാമത്തിന്റെ നടുവിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നു. ആ വണ്ടി വയ്ക്കാൻ വേണ്ടിയിരിക്ക വേസ്റ്റ് ആണത്. ആ കുട്ടിയൊക്കെ പാഞ്ഞോണ്ടിരിക്ക. ആ രസമാണത്. അവിടെ കുട്ടി പാഞ്ഞിട്ടുണ്ടാ, കുട്ടി ഇങ്ങനെ പാഞ്ഞിട്ടുണ്ട്. പാഞ്ഞോട്ടെ. ചെറിയ കുട്ടിയെ കണ്ടോ അതിന്റെ മേലെ പാടിയാണ് സലീമാക്കാൻ. പാടികളാണ് പാടികളാണ്. ഓലെ ജീവിതം. വയനാടൊക്കെ ഉണ്ട് ഇങ്ങനത്തെ പാടികൾ. വയനാടൊക്കെ ഉണ്ട്. രാവിലെ നീക്കുക, ഇല നുള്ളുക, അത് കഴിഞ്ഞ് വൈകുന്നേരം കടന്നുറങ്ങുന്ന സ്ഥലം നീക്കുക. അത്രേ ഉള്ളൂ. പുറത്തേക്ക് ഒരു പോവില്ല. ഓലുള്ള സാധനങ്ങളൊക്കെ ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവരും. അറിയണ്ടല്ലോ അതൊക്കെ. അതോടെ കാണുന്നില്ല. നമ്മളൊക്കെ കയ്യില് ഉരുളണ ആര്
അങ്ങനെ പോയിക്കോട്ടെ. നമ്മളെ ടൂറിലുള്ള വണ്ടിയല്ലേ, പിന്നെന്താ കൂട്ടി കാണാനോ. നമ്മളിതിൽ പോവാ പോകും. ഇതൊക്കെ കണ്ടിട്ടേ സലീമാക്ക തോന്നുന്നേ സൂപ്പർ സൂപ്പർ അടിപൊളി. ഷാനുന്റെ എന്നാ കറക്റ്റാ ചെയ്ത്. അവിടെ നോക്കിക്കോ, നല്ല അടിപൊളി റോഡാ. തൊട്ടേറിയ അതിനാദ്യം ആളുകൾ തന്നെ ചെല്ലട്ടെ. സാറ്റ് വെച്ചെടുക്കാം, പച്ചിട്ട് വെച്ചോളെ. ഇത് ഇയാളില്ലെങ്കിൽ നമ്മൾ പെട്ടിട്ടോ. ഇയാള് പെരുമ്പോക്കെ പോണത്. അയാൾ ഇങ്ങനെ പോയി നോക്കി എന്തൊരു പോകാസാനെ പോണ്. കറന്റ് ഒക്കെ കേട്ടോ. ഞാനീ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ആയിക്കോട്ടെ, നമുക്ക് മേലെ കയറാം. നമ്മള് മേലെ കയറാം. നമുക്ക് മേലെയാണ് പരിപാടി, താഴെ കിടക്കൂല. അത് താഴെ കിടക്കൂല, ഞാൻ മേലെയാണ്. തുടക്കം തന്നെ തുടക്കം തന്നെ. നല്ല കസാരയൊക്കെ സെറ്റ് തരുന്നോ. അപ്പൊ ഗായ്സ് ഞങ്ങള് ഇവിടെ എത്തി. ഞങ്ങളിവിടെ എത്തി അങ്ങനെ കേട്ടോ. ആ പറയൂ. നമ്മളിവിടെ എത്തി, സ്പോട്ടിലെത്തി. ഞങ്ങളൊന്ന് ഇറങ്ങിയൊന്ന് കാണട്ടെ. ഇവിടെ ഭയങ്കരമായ കാഴ്ചകൾ കാണാണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമുള്ള സ്ഥലങ്ങളിൽ കാഴ്ചകൾ കാണാണ്ട്. ഞങ്ങളൊന്ന് നോക്കട്ടെ കേട്ടോ. റിസൾട്ട് തരാം. അങ്ങനെ റിസോർട്ടിലെത്തി. അപ്പോ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് റിസോർട്ടത്തെ പരിപാടികളൊക്കെ കാണിക്കാം. ഓഫ് ചെയ്ത് ഇവിടുത്തെ പരിപാടികളൊക്കെ കാണിക്കാം. അപ്പൊ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. സലീമക്ക, അടുത്ത വീഡിയോ ഇന്ന് ഒരു വീഡിയോ ഇടല് നിർബന്ധമാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അടുത്ത പരിപാടിയിൽ സെറ്റപ്പ് ആക്കാം.